ഹായ്, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ തൊട്ട് മുന്നത്തെ പാർട്ടുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം വരാൻ കേട്ടോ. എന്നാൽ മാത്രമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ നോക്കാം, നമുക്ക് പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ ഈ സീരീസിൽ മുഴുവൻ നമ്മൾ ചെയ്തു പോകുന്നത്. ദെൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ പാഠം കഴിഞ്ഞതിന് ശേഷം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 15 ആൻഡ് എയ്ത്ത് ടേം ഈസ് 35. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം 15ഉം അതുപോലെ തന്നെ എട്ടാം പദം 35ഉമാണ്. പൊസിഷനും ടേമും കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പൊസിഷനും ടേമും പദവും സ്ഥാനവും നമ്മുടെ അടുത്തൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, പൊസിഷൻ ആൻഡ് ടേം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക? ഡി ഈസ് ഈക്വൽ ടു, യെസ് പറയൂ, അത് തന്നെ, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അത് തന്നെ, പൊസിഷൻ ഡിഫറൻസ്. മലയാളം മീഡിയത്തിൽ നമ്മൾ എന്ത് പറയും? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പദങ്ങൾ ഏതൊക്കെ നമുക്ക് എഴുതാം. ഡി ഇസ് ഈക്വൽ ടു, അതായത് മൂന്നാം പദം 15. നമുക്ക് വേണം ഇങ്ങനെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. തേർഡ് ടൈം എത്രയാണ്? 15 തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? എട്ടാമത്തെ പദം, എയ്ത്ത് ടൈം ഈസ് ഈക്വൽ ടു 35 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടേം നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് ഇതിനെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം അല്ലേ. ടേം ഡിഫറൻസ്, ടേമുകൾ തമ്മിൽ നമുക്കൊന്ന് കുറയ്ക്കാം. ഇതാണ് പദങ്ങൾ അല്ലേ. 35 മൈനസ് 15 ഡിവൈഡഡ് ബൈ പൊസിഷൻ തമ്മിൽ കുറയ്ക്കാം. അതിൻ്റെ സ്ഥാനങ്ങൾ തമ്മിൽ നമുക്കൊന്ന് കുറച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 കുറയ്ക്കണം 3 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? 8 കുറയ്ക്കണം 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 35 15 കുറച്ച് എത്രയാണ്? 35 15 കുറച്ച് കഴിഞ്ഞാൽ 20. 20 ബൈ 8 3 കുറച്ച് കഴിഞ്ഞാൽ 5 കിട്ടും അല്ലേ. 5 3 അല്ലേ 8. ദെൻ അടുത്തത് 20 ബൈ 5. 20നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 4 5 20 അല്ലേ. ടേബിളിൽ ചോദിക്കുക 4 5 20. അപ്പോൾ ആൻസർ നമുക്ക് ഡി ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. എന്താ ഡി എന്ന് പറഞ്ഞാൽ? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കിട്ടി അല്ലേ. ഇനി നമുക്ക് നോക്കാം, നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചിരുന്നു അല്ലേ. ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ പിന്നെ മറ്റ് ടേമുകൾ 25ാമത്തെ ടേം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എഴുതിയത്. അപ്പോൾ ഇത് മറ്റൊരു മെത്തേഡാണ് കേട്ടോ. ഫസ്റ്റ് ടേം ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഇവനെ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കാം. അതാണ് നമ്മളിവിടെ ഒന്ന് ചെയ്ത് നോക്കുന്നത്. ലിസൺ, ഇവിടെ നോക്കിക്കേ, നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? തേർഡ് ടേം 15 ആണ്. ദെൻ നമുക്ക് 13th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തെ പദം ഓക്കെ, ഞാനിവിടെ എഴുതാം. തേർഡ് ടേം അല്ലെങ്കിൽ മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ്? 15. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടുപിടിക്കുക 13th ടേം ആണ്, 13ാമത്തെ പദമാണ്. 13ാമത്തെ പദമാകുമ്പോൾ ഈ തേർഡ് ടേമിന് ഞാൻ x3 എന്ന് എഴുതിക്കോട്ടെ. ഓക്കെ, തേർഡ് ടൈമിന് നമുക്ക് മൂന്നാം പദത്തിന് നമുക്ക് x3 എന്ന് സിമ്പിളായിട്ട് എഴുതാം. ഒന്നാം പദത്തിന് x1 എന്നും രണ്ടാം പദത്തിന് x2 എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി പോകാൻ വേണ്ടി പറ്റും. അങ്ങനെയെങ്കിൽ ഈ മൂന്നാം പദത്തിൻ്റെ കൂടെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം? 10 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 13ാമത്തെ പദം കിട്ടും. ശരിയല്ലേ? മൂന്നാമത്തെ പദത്തിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 4ാമത്തെ ടൈം കിട്ടും. കിട്ടൂലേ? അതിൻ്റെ കൂടെ ഒന്നും കൂടി കോമൺ ഡിഫറൻസ് കൂട്ടിയാലോ? 5ാമത്തെ കിട്ടും. വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 6ാമത്തെ കിട്ടും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ്, കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് 13ാമത്തെ 13th ടേം കിട്ടുക? നമുക്ക് 13th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. 10 പ്രാവശ്യം അല്ലേ. നോക്കണേ, ഫസ്റ്റ് ടൈം ഒന്നും കണ്ടുപിടിക്കാതെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് സാറ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. ഈ മൂന്നാമത് എത്രയാണ് നമുക്കറിയാലോ. എത്രയത്? 15 പ്ലസ് 10 ഡി എത്രയാണ്? നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്രയാണ്? 4. നോക്കണേ, നമ്മൾ ഗുണിച്ച ശേഷമേ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇവനെ ഗുണിക്കാം. 10 × 4 40. 40ഉം 15ഉം നമുക്ക് എത്ര കിട്ടി? 55 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 13ാമത്തെ പദം എത്രയാണ്?
55 എന്ന് കിട്ടി. കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കേണ്ട ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല. ഓക്കെ, ദെൻ അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ 23rd ടൈം? 23ാമത്തെ പദം എത്രയാണെന്നാണ് ചോദിച്ചത്. 23ാമത്തെ പദം. അപ്പോൾ നോക്ക്, നമ്മുടെ അടുത്ത് 8ാമത്തെ പദം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 35 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 8th ടൈം 35 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഏത് വേണമെങ്കിലും എടുക്കാൻ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. 8ാമത്തെ പദത്തിൻ്റെ കൂടെ എത്ര കൂട്ടിക്കഴിഞ്ഞാലാണ് 23 കിട്ടുക? 8ൻ്റെ കൂടെ 15 പ്രാവശ്യം അല്ലേ? 15 8 അല്ലേ 23 ആണോ? അപ്പോൾ 8ാമത്തെ പദത്തിന് ഞാൻ എനിക്ക് എങ്ങനെ എഴുതാം? x8 എന്ന് എഴുതിക്കൂടെ? പ്ലസ് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം? എനിക്ക് 23ാമത്തെ പദം 23rd ടേം ആണ് കിട്ടേണ്ടത്. അപ്പോൾ 15 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം, പൊതുവ്യത്യാസം കൂട്ടണം. അപ്പോൾ x8 പ്ലസ് 15d. ഓക്കെ, 15d. x8 എത്രയാണെന്ന് എനിക്കറിയാം, ദാറ്റ്സ് 35, 35 പ്ലസ് 15 ഇൻറ്റു ഡി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? ഡി എത്രയായിരുന്നു? 4 ആയിരുന്നു. ഓക്കെ, നോക്കണേ, ആദ്യം തന്നെ കൂട്ടാൻ നിൽക്കരുത്, ഗുണിച്ചിട്ടേ കൂട്ടാവുള്ളൂ. 15 ഇൻറ്റു 4 എത്ര കിട്ടും? 60 എന്ന് കിട്ടും അല്ലേ? 60 35 നമുക്ക് എത്ര കിട്ടി? 95 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ ആൻസർ? ഓക്കെ 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 നമുക്ക് എന്ത് കിട്ടി? 23ാമത്തെ പദം കിട്ടിയോ? അപ്പോൾ ഒരു സിമ്പിൾ മെത്തേഡ് അല്ലേ ഇത്? വളരെ എളുപ്പത്തിൽ പഠിക്കാമല്ലോ. അപ്പോൾ സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. വളരെ എളുപ്പം, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഹോംവർക്ക് തരട്ടെ. ഇത് 2ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് എന്ത് ചെയ്യണം? എനിക്ക് അയച്ചു തരണം കേട്ടോ. അപ്പോൾ ആൻസർ ഇതിൻ്റെ ഏതാണ് ചോദ്യം? സമാന്തര ശ്രേണിയിലെ 5ാം പദം 21, 9ാം പദം 41, 41. ഓക്കെ, 5th ടൈം 21ഉം 9th ടൈം 41ഉമാണ്. 5th ടൈം 21 ആൻഡ് 9th ടൈം 41. ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ. പിന്നെ എന്ത് ചോദിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കാൻ അറിയാലോ. അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മളൊരു സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലത്തെ മറ്റൊരു ചോദ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് സംശയങ്ങൾ വരിക. നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ഓക്കെ, ഇറ്റ് വാസ് യുവർ ഹോംവർക്ക്. സെയിം ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഹോംവർക്ക് തന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു സമാന്തര ശ്രേണിയിലെ 4ാം പദം 61, 7ാം പദം 31 ആണ്. 4th ടൈം 61 ആൻഡ് 7th ടൈം ഈസ് 31. ഇതും വേണമെങ്കിൽ ഹോംവർക്ക് തരാം. തൊട്ട് മുന്നത്തത് ഹോംവർക്ക് തന്നുകൊണ്ട് ഞാൻ ഹോംവർക്ക് തരുന്നില്ല. അതേ ടൈപ്പ് ചോദ്യമാണിത്, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? നോക്കിയേ, ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടോ. 5ാം പദം 21 അല്ലേ? ആദ്യ പദം എത്രയാണ്? 3ാം പദം എത്രയാണ്? ഏതാണ്ട് അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. 10th ടൈം എത്രയാണ്? ഓക്കെ, 10th എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം? അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. 4th ടൈം പൊസിഷനും ടൈമും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ എഴുതി വയ്ക്കാം. 4th ടൈം എത്രയാണ്? 4ാം പദം 61 ആണ്. അതേപോലെ തന്നെ 7ാം പദം 7th ടൈം എത്രയാണ്? 31 ആണ്, 31 ആണ്. നമ്മുടെ ഇക്വേഷൻ എടുത്ത് ചാമ്പിയേക്കാം. ഡി ഈസ് ഈക്വൽ ടു ടൈം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പം നമുക്ക് നേരെ തിരിച്ചാണ് വന്നേക്കുന്നത് അല്ലേ? 4th ടൈം 61. ശരി, നോ പ്രോബ്ലം. നമുക്ക് വലിയ സംഖ്യയെന്ന് ചെറുത് കുറയ്ക്കാം. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്ക് വലിയ സംഖ്യ ഏതാണ്? 61 മൈനസ് 31 ഡിവൈഡഡ് ബൈ, നമ്മൾ ഇങ്ങനെയാണ് കുറച്ച്, അതുകൊണ്ട് ഇവിടെയും ഇങ്ങനെ തന്നെ കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? 4 കുറയ്ക്കണം 7 എന്ന് തന്നെ ചെയ്യണം. ഓക്കെ, തിരിച്ച് 7 കുറയ്ക്കണം 4 എന്ന് എഴുതരുത്, അതിന് ചിഹ്നം മാറിപ്പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ആൻസർ ഈസ് ഈക്വൽ ടു, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്? ഇങ്ങനെ നോക്കുമ്പോൾ സെയിം ആയിരിക്കും കണ്ടോ. 61 61 എന്ന് പറയുന്നത് 4th ടൈം ഉണ്ടോ? 61 4. ദെൻ 31 എന്ന് പറയുന്നത് 7th ടൈമാണ്, 7ാം പദമാണ്. 31 7 താഴെ വരും, എപ്പോഴും താഴെ വരുള്ളൂ കേട്ടോ. ഒരേപോലത്തെ ഒരേ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ ഇങ്ങനെ താഴെയാണ് വരിക എന്നാണ് വിചാരിച്ചാൽ മതി. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നും അതിനകത്ത് വരില്ല. അപ്പോൾ 61 31 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 30 എന്ന് കിട്ടും അല്ലേ? 4ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാലോ? 7ൽ നിന്ന് 4 കുറച്ച് എത്രയാണ്? 3 ആണ്. അപ്പോൾ 4ൽ നിന്ന് 7 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? -3 എന്ന് കിട്ടും. എന്ത് കിട്ടും? -3. 30നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 10. പക്ഷെ നമ്മൾ ഹരിച്ചത് നെഗറ്റീവ് സംഖ്യ കൊണ്ടാണ്, അതുകൊണ്ട് കോമൺ ഡിഫറൻസ് എന്താ കിട്ടുക?
-10 എന്നാണ് കിട്ടുക. എന്തുകൊണ്ടാണ്? നമ്മൾ ഡിവൈഡ് ചെയ്ത നമ്പർ കൊണ്ടാണ്, മൈനസ് കൊണ്ടാണ്. ഒരു മൈനസ് സംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പം നമുക്ക് എന്ത് കിട്ടി ഇവിടെ? കോമൺ ഡിഫറൻസ് കിട്ടി. എന്ത് കിട്ടി? പൊതുവ്യത്യാസം കിട്ടി. ഈ പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിനി എന്ത് ചെയ്യാം? 10th ടേം കണ്ടുപിടിക്കാം. 10th ടേം. ഓക്കെ. 10ാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ഏറ്റവും വലുത് 7ാമത്തെ പദം തന്നിട്ടുണ്ട്. 7ാമത്തെ പദത്തിൻ്റെ കൂടെ ഞാൻ ഏറ്റവും വലുതെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂട്ടിയാൽ മതിയല്ലോ എന്ന് ഓർത്താണ്. 3ാമത്തെ പദം 4ാമത്തെ പദത്തിൻ്റെ കൂടെ കൂട്ടാം. 7ാമത്തെ പദത്തിൻ്റെ കൂടെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 10ാമത്തെ പദം കിട്ടുക? 10 അല്ലേ ചോദിച്ചേ? യെസ്. 10ാമത്തെ പദം കിട്ടുക എത്ര പ്രാവശ്യം കൂട്ടണം? 7ൻ്റെ കൂടെ 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി അല്ലേ? നേരത്തെ ചെയ്ത ടൈപ്പ് തന്നെ 3D x7 + 3D. ദെൻ ചെയ്ത് നോക്കാം. x7 എത്രയാ? 7ാമത്തെ പദം എത്രയാ നോക്കി? 31 ആണ്. 31 അല്ലേ? യെസ്. 31 + 3 × D അല്ലേ? 3D എന്ന് പറഞ്ഞാൽ 3 × D. D എത്രയാണ്? -10. നേരത്തെ പറഞ്ഞ പോലെ ഗുണിച്ചിട്ട് കൂട്ടിയാൽ മതി. 31 + 3 × -10. 3 × 10 എത്രയാ? 30 ആണ്. അപ്പോൾ 3 × -10 എത്രയാണ്? -30. അപ്പോൾ 31. 31 + -30. ഒരു പ്ലസും മൈനസും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പും കൂടി വേണമെങ്കിൽ എഴുതാം. ഓക്കെ. പ്ലസും മൈനസും വന്നാൽ മൈനസ് ആവുമെന്ന് വിചാരിച്ചാൽ മതി. പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ എന്താവും? മൈനസ് ആവും. -30. 31 - 30. 31 30 കുറച്ചാ. ആൻസർ ഈസ് ഈക്വൽ ടു 1. അങ്ങനെയെങ്കിൽ 10th ടേം എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചതല്ലേ? 10ാമത്തെ പദം എന്ന് പറയുന്നത് എന്താണ്? നമുക്കിങ്ങനെ എഴുതിയാക്കാൻ വേണം കേട്ടോ. x10 = 1. 10ാമത്തെ പദം 1 എന്ന് നമുക്ക് കിട്ടിയില്ലേ? 10ാമത്തെ പദം 1. ഇനി അടുത്ത ചോദ്യം നോക്ക്. വാട്ട് ഈസ് ഫസ്റ്റ് ടൈം? പലരും കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഏത് മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. 10ാം പദം എത്രയാണ്? 1 ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് കുറച്ചാൽ മതി. ഇല്ലെങ്കിൽ 4ാം പദം എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡിൽ നിന്ന് തന്നെ പോകാം. 4th ടൈം എന്ന് പറയുന്നത് 61 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 4th ടൈം 4ാം പദം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുന്നതാണ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ടൈം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈം കിട്ടാൻ ഈ 4ാം പദത്തിൽ നിന്ന് 3 പ്രാവശ്യം പൊതുവ്യത്യാസങ്ങളെ കുറച്ചാൽ മതി അല്ലേ? അങ്ങനെയെങ്കിൽ 61 അതാണ് നമ്മുടെ 4ാം പദം. അതിൽ നിന്ന് 3 പ്രാവശ്യം അല്ലേ? ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 4ാമത്തെ ടൈം കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ 3 കോമൺ ഡിഫറൻസുകളും കുറച്ചാൽ മതി. അതാണ് ഈ കുറയ്ക്കുന്നത്. 3 × D. D എത്രയാണ്? -10 വിച്ച് ഈസ് ഈക്വൽ ടു 61 - 3 × -10. 3 × 10 30. 3 × 10 -30. ഇപ്പം എന്നാ ചെയ്യും? 61 -2 മൈനസ് വന്നു കഴിഞ്ഞാൽ അതാ ഒരുത്തം വന്ന് ഇതേപോലെ പ്ലസ് ആവുമെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 61 + 30 നമുക്ക് എത്ര കിട്ടി? 91 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, ആദ്യ പദം എന്ന് പറയുന്നത് എത്രയാണ്? 91 ആണ്. 91. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. സിമ്പിളാണ്. തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 10ഉം 10ാം പദം 5ഉമാണ്. ഓക്കെ. ശ്രദ്ധിക്കൂ. നമുക്ക് തിരിച്ചും മറിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. 5ാം പദം 10 അല്ലേ? The 5th term of an arithmetic sequence is 10 and 10th term is 5. തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ചോദിച്ചത്. 10ാമത്തത് 5, 5ാമത്തത് 10. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ. തിരിച്ചു മറിച്ച് ചോദിച്ചാൽ ഇപ്പോൾ 10ാമത്തെ പദം 7, 7ാമത്തെ പദം 10, 15ാമത്തെ പദം 100, 100ാമത്തെ പദം 15. ഓർത്തോളൂ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ മെനക്കെടണ്ട. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഷോർട്ട് കട്ട് ആട്ടോ. കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ നമുക്ക് പൊസിഷൻ ടൈം കിട്ടിയാൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്?
കോമൺ ഡിഫറൻസ് ആണ്. പദവും സ്ഥാനവും കിട്ടി. ആദ്യം പൊതുവ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാ നമുക്ക് അവനെ കിട്ടി, പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 15th ടേം കണ്ടുപിടിക്കണം. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ 15th ടേം 10th ടേം തന്നിട്ടുണ്ട് അല്ലേ. 10th ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം പറ. 10th ടേം എക്സ്റ്റെൻഡ് 10th ടേമിൻ്റെ കൂടെ നമുക്ക് 5 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ, 10ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 15. അപ്പം 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 15ാമത്തെ ടേം കിട്ടും. അങ്ങനെയെങ്കിൽ എക്സ്റ്റെൻഡ് 10ാമത്തെ പദം എത്രയാണ്? 5 പ്ലസ് 5D. 5 ഇൻറ്റു ഡി നമ്മുടെ എത്രയാണ്? -1. ഡി എത്രയാണ്? -1 ആണ്. അങ്ങനെയെങ്കിൽ 5 പ്ലസ് 5 ഇൻറ്റു 1 5. 5 ഇൻറ്റു -1 -5. ഓക്കെ. അപ്പോൾ ഒരു പ്ലസും മൈനസും വന്നു കഴിഞ്ഞ് ഓർക്കണം കേട്ടോ. ഒരു പ്ലസും മൈനസും വന്നാൽ മൈനസ് ആയിരിക്കും എന്ന് ഓർക്കണം. ഓക്കെ. പ്ലസും മൈനസും വന്നാൽ മൈനസാണ് പ്ലസിനെക്കാട്ടും കുറേ കൂടി കരുത്തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ. പ്ലസിനെ അങ്ങ് അടിച്ചിടുന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പ്ലസും മൈനസും വന്നാൽ എപ്പോഴും ഓർത്തിരിക്കണം എന്തായിരിക്കും അവിടെ വരിക? മൈനസ് ആയിരിക്കും വരിക. ഓക്കെ. മൈനസാണ് കുറച്ച് പവർഫുൾ. അപ്പോൾ 5 - 5 എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ചെയ്തത് എത്രാമത്തെ ആയിരുന്നു? 15ാമത്തെ പദം അല്ലേ. നമുക്ക് x15 എന്ന് എഴുതാം. x15 15ാമത്തെ പദം എന്ന് പറയുന്നത് 0 ആണ്. 15ാം പദം എന്ന് എഴുതാം, അല്ലെങ്കിൽ 15th ടൈം എന്ന് എഴുതാം. പോട്ടെ, x15 എഴുതി കഴിഞ്ഞാലും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ആ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രേണിയിലെ 25ാം പദം എത്രയാണ്? നമുക്ക് 15ാം പദം അറിയാം. 15ാം പദത്തിൻ്റെ കൂടെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 25ാമത്തെ ടൈം കിട്ടുക? 15ൻ്റെ കൂടെ എത്ര കൂട്ടണം? 10 കൂട്ടണം, അത്രേ ഉള്ളൂ. 10 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടാം. 10D. അപ്പോൾ 15ാം പദം എത്രയാണെന്ന് നമുക്കറിയാം. എത്രയത്? 0 പ്ലസ് ഇല്ലേ, നമ്മളിവിടെ കണ്ടുപിടിച്ചടാ. ഇവിടെ നമുക്ക് അവിടെ കിട്ടിയായിരുന്നു ഉത്തരം. നമുക്ക് 15ാം പദം എത്രയാണ്? 0 എന്ന് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ 0 പ്ലസ് 10D. 10 ഇൻറ്റു ഡി എത്രയാണ്? -1. അപ്പോൾ 0 പ്ലസ് 10 ഇൻറ്റു 1 10. 10 ഇൻറ്റു -1 -10. പ്ലസും മൈനസും ചേർന്നാൽ മൈനസ്. സോ ആൻസർ ഈസ് ഈക്വൽ ടു -10. അപ്പോൾ നമുക്ക് 15ാം പദം എത്രയാണെന്ന് കിട്ടി? -10 ആണെന്ന് കിട്ടി. കിട്ടിയോ? സിമ്പിൾ അല്ലേ സംഭവം അല്ലേ? ഒന്നങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചാപ്റ്റർ അല്ല. ഓക്കെ. ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും. ഇനി മാത്സിന് ബേസ് ഒന്നും നേരത്തെ ഇല്ല എന്നുള്ള പേടി ഒന്നും വേണ്ട. ഒന്ന് ക്ലാസ്സുകൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്ന് വെറുതെ കേട്ടാൽ പോരാ, അതിനനുസരിച്ച് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാത്സ് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിലേക്കുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കിടക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ഒരു ടേം ആയാലോ പൊസിഷൻ ആയാലോ, അപ്പോൾ ആ ടൈപ്പ് ചോദ്യങ്ങൾ എപ്പോഴും തന്നെ ഓണപരീക്ഷയ്ക്കൊക്കെ വരുന്നതാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ മറക്കണ്ട, ക്ലാസ് നന്നായിട്ട് കേട്ട ശേഷം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ടേക്ക് കെയർ. ബൈ.